സർ, പൊതുവെ സംസ്ഥാനത്ത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ്. കായകൽപ്പയിൽ 2022-ലും 2023-ലും രണ്ടാം സ്ഥാനത്ത് വന്നതാണ്. NQS അക്രഡിറ്റേഷനിൽ ദേശീയ തലത്തിൽ 88% സ്കോർ നേടിയ ഒരു ആശുപത്രിയാണ്. മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവിലൊക്കെ മുന്നിലുള്ള ആശുപത്രിയാണ്. സർ, വളരെ പ്രധാനപ്പെട്ട കാര്യം, രോഗചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രോഗിയോടുള്ള സമീപനവും ആർദ്രതയും. സർ, അത് ചികിത്സാ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ഈ സമീപനവും നല്ല രീതിയിലാകണം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ച സബ്മിഷനിലെ വിഷയം അതിൽ രണ്ട് തലത്തിലുണ്ട് സർ. ഞാൻ പറഞ്ഞതുപോലെ രോഗികളോടുള്ള സമീപനം അത് ആർദ്രതയോടെയുള്ളതായിരിക്കണം, നല്ല നിലയിലായിരിക്കണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം സർ, ഈ ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നിലയിൽ പുറത്തു വന്നാൽ കാണിച്ചു തരാം എന്നുള്ള നിലയിലുള്ള വെല്ലുവിളികൾ ആ നിലയിലുള്ളതും പാടില്ല സർ. നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കാവുന്നതാണ്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു സംസ്ഥാന തലത്തിൽ DHS തലത്തിൽ അന്വേഷണം നടത്തി ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുന്നതിനാണ് സർ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പുറത്തു നിന്നും ആളുകൾക്കിടയിൽ നിന്നും ഇത്തരത്തിലുള്ള വെല്ലുവിളികളും ഭീഷണിപ്പെടുത്തലുകളും ഉണ്ടാകാനായിട്ടും പാടില്ല എന്നുള്ളത് കൂടി നമ്മളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സർ. പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച കാര്യം ക്രിമിനൽ പ്രൊസീജിയർ കോഡും അതോടൊപ്പം തന്നെ കേരള മെഡിക്കോ ലീഗൽ കോഡും ഗുജറാൾ ഡോക്ടർ ഇറക്കിയ ഒരു ഗൈഡ് ലൈൻ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അതുകൂടാതെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട് സർ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. സംസ്ഥാനത്ത് 18 ഫോറൻസിക് സർജന്മാരാണ് ഉള്ളത്. ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ്, DHSന് കീഴിലേതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ പ്രോക്സിമിറ്റി അതോടൊപ്പം മറ്റ് പോലീസ് സർജനുള്ള ആശുപത്രികളുടെ സാമീപ്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളത് ജില്ലാ ആശുപത്രികൾ സർ അത് സർക്കാർ തീർച്ചയായിട്ടും പരിശോധിക്കുന്നുണ്ട്. നിലവിലുള്ള പോസ്റ്റ്മോർട്ടം ഗൈഡ് ലൈനിൽ ഈ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ പറഞ്ഞതുപോലെ ക്യാൻസർ രോഗിയായിട്ട് വർഷങ്ങളായിട്ട് കിടപ്പിൽ ആണ്, പക്ഷേ വീട്ടിൽ മരിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിലൊരു ശരിയില്ലായ്മയുണ്ട് സർ. അപ്പോൾ അത് എങ്ങനെയാണ് ആവശ്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ പരിഷ്കരിക്കേണ്ടതുണ്ടോ എന്നുള്ളത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി പരിശോധിക്കാവുന്നതാണ് സർ.